Hello everyone, welcome back to yet another video of Natural Lines. Today I'll be dealing with phonetics, that is vowel sounds and diphthongs. Once again, welcome to the video. So phonetics, it is a study of the sounds used in speech. It deals with the production, transmission and reception of the sounds used in human speech. Understanding phonetics enhances pronunciation, listening skills and complete communication in English. അതായത് ഫോണറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ടല്ലോ, സ്റ്റഡി ഓഫ് ദി സൗണ്ട്സിനെ പറ്റിയുള്ള ആ ഒരു സ്റ്റഡിനെയാണ് നമ്മൾ ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഫോണറ്റിക്സ് എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊഡക്ഷൻ, അതായത് ഒരു ശബ്ദം അതിൻ്റെ പ്രൊഡക്ഷൻ, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതി, അതുപോലെ ഹൗ ഇറ്റ് റിസീവ്ഡ്, എങ്ങനെ ഒരു ശബ്ദം നമ്മൾ റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സം ടോട്ടലാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ഫോണറ്റിക്സ്, നമ്മൾ ഫോണറ്റിക്സ് നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഫോർ അവർ പ്രൊനൗൺസിയേഷൻ, അതുപോലെ തന്നെ ഇറ്റ് എൻഹാൻസസ് അവർ ലിസണിങ് സ്കിൽസ് ആൻഡ് ഓൾസോ ദ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. അതായത് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസി ആക്കാനും കുറച്ചും കൂടി കറക്റ്റ് വേ ഓഫ് അല്ലെങ്കിൽ കറക്റ്റ് മെത്തേഡിലേക്ക് നമുക്ക് സംസാരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. സോ ഫോണറ്റിക്സ് അറിയുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് ഫോണറ്റിക്സ്. ദെൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് കൺസിസ്റ്റ് 26 ലെറ്റേഴ്സ്, 5 വവൽസ് ആൻഡ് 21 കോൺസണൻസ്. ജനറലി നമുക്കറിയാവുന്ന കാര്യമാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്, അതായത് 5 വവൽസും 21 കോൺസണൻസും. സോ ഇംഗ്ലീഷ് ഈസ് ആൻ അൺഫോണറ്റിക് ലാംഗ്വേജ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അൺഫോണറ്റിക് ലാംഗ്വേജ് ആണ്. ദാറ്റ് ഈസ് ദർ ഈസ് നോ one-to-one കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളും, അതായത് നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും തമ്മിൽ ഒരു കറസ്പോണ്ടൻസ് ഉണ്ടാവില്ല. അതായത് ഒരു ബന്ധം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷയിൽ നമ്മളുടെ വാക്കുകൾ നമ്മൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ജസ്റ്റ് ഒരു വാക്ക് കേട്ടിട്ട് അത് സ്പെല്ല് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെല്ലിംഗ് ആവണമില്ല ഒരു പക്ഷേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സൗണ്ടിനുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു അൺഫോണറ്റിക് ലാംഗ്വേജ് ആണ്, വിച്ച് മീൻസ് ദർ ഈസ് നോ one-to-one കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ്. അതായത് എ സിംഗിൾ ലെറ്റർ ക്യാൻ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് സൗണ്ട്സ്. ഇംഗ്ലീഷിൽ ഒരു ലെറ്ററിന് ഒത്തിരി സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദി സെയിം സൗണ്ട് ക്യാൻ ബി സ്പെൽഡ് ഇൻ വേരിയസ് വേസ്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമ്മൾ സ്പെല്ല് ചെയ്യുവാണെങ്കിൽ, നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെല്ലിങ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ പറയുന്ന വാക്കും നമ്മൾ എഴുതുന്ന വാക്കും ഒന്നായിരിക്കും അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കണം എന്ന് നിർബന്ധം പറയാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറ്റില്ല. ദെൻ it is not always possible to decide how to pronounce a word by looking at its spelling. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു വാക്ക് കണ്ടിട്ട് അത് സ്പെല്ലിംഗ് അത് എങ്ങനെയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പെട്ടെന്ന് പറ്റത്തില്ല. ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഇമ്പോസിബിൾ ഇൻ ഓർഡർ ടു പ്രൊനൗൺസ് എ വേർഡ് ബൈ ലുക്കിംഗ് അറ്റ് ഇറ്റ് സ്പെല്ലിംഗ്. ഒരു വാക്ക് കണ്ടിട്ട് അത് ഇതായിരിക്കുമെന്ന് നമുക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റായി വെക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. അതിന് എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ലിസൺ കെയർഫുള്ളി ടു ദ സൗണ്ട് ദാറ്റ് ലെറ്റർ എസ് പ്രൊഡ്യൂസസ് ഇൻ ഈച്ച് വേർഡ്. അതായത് ലെറ്റർ എസ് വരുന്ന 4 വാക്കുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ 4 വാക്കുകളിലും എസ് എന്ന് പറയുന്ന ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്. അതായത് സൗണ്ട് ഉണ്ടാക്കുന്ന സൗണ്ട് വ്യത്യാസമാണ്. നോക്കുക, സെയിം, 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 ഷുഗർ, 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 മ്യൂസിക്, 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 വിഷൻ, വിഷൻ, വിഷൻ. കണ്ടോ? അപ്പോൾ ഈ 4 വേർഡ്സിലും എസ് എന്ന് പറയുന്ന ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റത്തേലാണെങ്കിൽ സെയിം എന്ന് പറയുന്ന സൗണ്ടാണ്. ഷുഗറിലാണെങ്കിലോ ഷ്, ഷ്, ഷ്. മ്യൂസിക്കിലേക്ക് വരുമ്പോൾ മ്യൂസിക്. ദെൻ വിഷനിലേക്ക് വരുമ്പോഴോ
കുറച്ചും കൂടി അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പം 4 സൗണ്ടും ഡിഫറൻ്റ് ആണ്, പക്ഷേ ഒരൊറ്റ ലെറ്റർ എസ് ആണ് ഈ 4 സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് what I said, that is English is an unphonetic language. ദെൻ ഇനി അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ദി സെയിം ലെറ്റർ പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് സൗണ്ട്. അതായത് ഇവിടെ ലെറ്റർ ജി ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ജി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഗോ, സെക്കൻഡ് വൺ ഈസ് ജയൻറ്റ്. കണ്ടോ? അപ്പോൾ ആദ്യത്തേൽ ഗ എന്ന് പറയുന്ന സൗണ്ടും സെക്കൻഡ് വരുമ്പോൾ ജ് എന്ന് പറയുന്ന സൗണ്ടാണ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലെറ്റർ എ. ഇനി എ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ ക്യാറ്റ്, കേക്ക്, ഫാദർ, ഇയർ, എലോൺ. കണ്ടോ? അപ്പം പല ടൈപ്പ് ഓഫ് സൗണ്ടാണ് ലെറ്റർ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്യാറ്റ്, കണ്ടോ? ക്യാറ്റിൽ ആ സൗണ്ടാണ്. കേക്ക് ഇപ്പോൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഫാദർ കുറച്ചും കൂടി കുറച്ചും കൂടി ഓപ്പൺ ആണ്. ദെൻ ഇയർ, കണ്ടോ? എലോൺ. അപ്പം എയുടെ വ്യത്യാസം അതായത് പറയുക സൗണ്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി എക്സാമ്പിൾസ് ഓഫ് ദ സെയിം സൗണ്ട് വിത്ത് ഡിഫറെൻറ്റ് സ്പെല്ലിംഗ്. ഇനി വേറൊരു കാറ്റഗറി ഉണ്ട്, അതായത് സൗണ്ട് സെയിം ആയിരിക്കും പക്ഷേ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടാവും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫ് സൗണ്ട്, ഫ്. ഫിഷ്, ഫോൺ, കഫ്, ഫൈൻ. കണ്ടോ? അതായത് ഫ് എന്ന് പറയുന്ന സൗണ്ട് ഫിഷിൽ വരുമ്പോൾ ഫിഷിൻ്റെ സ്പെല്ലിംഗ് അല്ല ഫോണിലേക്ക് വരുമ്പം. നമ്മൾ എഫ് എന്ന് പറയുന്ന ലെറ്റർ അല്ല നമ്മൾ ഫോണിന് പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സൗണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റർ. ദെൻ കഫ്, കഫിനും നമ്മൾ ജി എച്ച് ആണ് അവിടെ എഫ് വരാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫൈൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് സൗണ്ടാണ് ക് സൗണ്ട്. ക് സൗണ്ട് വരുമ്പോൾ നോക്കിയേ, കാറ്റിൽ, കൈൻഡ്, ഒക്കേഷൻ, കെമിസ്ട്രി. കണ്ടോ? സെയിം സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ സ്പെല്ലിംഗ് എല്ലാം ഡിഫറെൻ്റ് ആണ്. കാറ്റിലിൻ്റെ സി എ അല്ല കൈൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒക്കേഷനിൽ നമ്മൾ ക സൗണ്ട് കിട്ടാണ്ട് ഡബിൾ സി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കെമിസ്ട്രി ആണെങ്കിലോ സി എച്ച് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ദിസ് ഈസ് ആക്ച്വലി എക്സാമ്പിൾസ് ഓഫ് സെയിം സൗണ്ട് ബട്ട് ഡിഫറെൻറ്റ് സ്പെല്ലിംഗ്. ദെൻ the IPA, that is International Phonetic Alphabet, includes 44 symbols which represent each distinct sound in English, consisting 20 vowel sounds and 24 consonant sounds. അപ്പോൾ നമ്മുടെ IPA അതായത് ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് 44 സിമ്പിൾസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് സൗണ്ട്സ് നമ്മളെ കാണിക്കാനും അതുപോലെ കറക്റ്റ് വേ ഓഫ് പ്രൊനൗൺസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 44 സിമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 20 വവൽ സൗണ്ട്സും 24 കോൺസണൻറ്റ് സൗണ്ട്സും ആണ്. സോ ഐ എം മൂവിങ് ടു വവൽ സൗണ്ട്സ്. സോ ഫസ്റ്റ് വൺ ഈസ് ലോങ് ഇ സൗണ്ട്. ഇ ഇ ഇ എക്സാമ്പിൾ നോക്കുക. ഈറ്റ്, സീറ്റ്, മീറ്റ്, ഈസ്റ്റ്, ഈവൻ, ബിലീഫ്, ബി. കണ്ടോ? അപ്പം ലോങ് ഇ സൗണ്ടാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വവൽ സൗണ്ട് ഈസ് ഷോർട്ട് ഇ സൗണ്ട്. ഇ ഇ ഇ. ഇൻസൈഡ്, ഇറ്റ്, സിറ്റ്, സിറ്റി, വില്ലേജ്, റിച്ച്, ലിറ്റ്. The next one is a sound. A, a, a. Enter, any, every, men, head, friend, said. A, a, a. Then fourth one is short a sound. A, a, a. Action, acid, cat, run, catch, expand, cash. കണ്ടോ? അപ്പോൾ ഷോർട്ട് ആയിട്ടുള്ള ആ സൗണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ട് ആയിട്ടുള്ള ഓ സൗണ്ട്. ഓ, ഓ, ഓ. ബോക്സ്, ഓഫീസ്, കോളേജ്, ലോക്ക്, ഓഡ്, വോണ്ട്, ഓക്സിജൻ. കണ്ടോ? ഷോർട്ട് ആയിട്ടുള്ള ഓ സൗണ്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ലോങ് ഓ സൗണ്ട്. ഓ, ഓ, ഓ. ഓൾ, ഓതർ, ഫോർ, ഡോർ, വോർ, പോർ,
ഓട്ട്. കണ്ടോ, ലോങ് ആയിട്ടുള്ള ഓ സൗണ്ട്, ഓട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ട് ഉ സൗണ്ട്. ഉ, ഉ, ഉ. വുഡ്, പുഷ്, ഷുഗർ, ഗുഡ്, ഷുഡ്, വൂൾഫ്, ഫൂട്ട്. കണ്ടോ, ഷോർട്ട് ആയിട്ടുള്ള ഉ സൗണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ലോങ് ആയിട്ടുള്ള ഉ സൗണ്ട്. ഉ, ഉ, ഉ. ട്രൂത്ത്, ഊഡിൽസ്, സൂപ്പ്, ഹൂപ്പ്, ഊസ്, പൂൾ, വൂണ്ട്. കണ്ടോ, ലോങ് ആയിട്ടുള്ള ഊ സൗണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ലോങ് ആയിട്ടുള്ള എ സൗണ്ട്. ആസ്ക്, ആണ്ട്, ആം, ആർട്ടിസ്റ്റ്, കാർഡ്, ലാഫ്, ചാൻസ്. കണ്ടോ, അപ്പം ആ, ആ, ആ. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഷോർട്ട് ആയിട്ടുള്ള എ സൗണ്ട്. ഫൺ, അവൻ, അണിയൻ, ലവ്, അതർ, സപ്പർ, ബ്ലഡ്. കണ്ടോ, അവൻ, അണിയൻ, ലവ്, അതർ, സപ്പർ, ബ്ലഡ്. ആ സൗണ്ട് ഉണ്ടോ, ആ സൗണ്ടാണ് വരുന്നത്, അതായത് ഷോർട്ട് ആയിട്ടുള്ള എ സൗണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ലോങ് ആയിട്ടുള്ള സൗണ്ട്. ഏർ, ഏർ, ഏർ. ഏർലി, ഏർജൻറ്റ്, പേൾ, ഗേൾ, എർത്ത്, സെർവ്, വോം. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന സൗണ്ടാണ്. ഓക്കെ, ദെൻ ഷോർട്ടായിട്ടുള്ള എ സൗണ്ട്. അഗെയിൻ, അഗോ, അറൈസ്, അനദർ, ബട്ടർ, ആക്ടർ, ബെഗർ. എ, എ, എ. അതായത് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ നോക്കുമ്പം എല്ലാ സൗണ്ട്സും ചിലതൊക്കെ ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് വവൽ സൗണ്ട്സ്. നെക്സ്റ്റ് ഐ എം മൂവിങ് ടു ഡിഫ്തോങ്സ്. ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു വവൽ സൗണ്ട്സ്. നമ്മൾ നേരത്തെ കണ്ട വവൽ സൗണ്ട്സിൻ്റെ ചില കോമ്പിനേഷൻസ് ഉണ്ട്. ആ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ ഈസ് എ, 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 എയ്ഡ്, ഏസ്, ഏജ്, എയിം, സെയിം, ഒബേ, പ്രേ, ദേ, എയ്റ്റ്, ഫേസ്. കണ്ടോ, എ, എ, എ. നെക്സ്റ്റ് വൺ ഈസ് ഐ, ഐ, eye, eyes, item, light, bright, cycle, time, cry, sigh, idea, price. കണ്ടോ, a, a, a. Next one is oi sound. Oil, noise, choice, toy, boy, joy, voice, moist, avoid. Oi, oi, oi. Then the fourth one is ow sound. Ow, 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 owl, out, outline, house, crown, powder, doubt, cow, mouth. കണ്ടോ, ow എന്ന് പറയുന്ന സൗണ്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ഓ, ഓ, ഓ. Open, old, ocean, notion, motor, go, control, piano, oh, oh, oh. Next one is ear sound. Ear, 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 hear, near, clear, appear, steer, earphone. കണ്ടോ, ear, ear. The next one is air sound. Air, 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 hair, aerial, aeroplane, farewell, aware, swear, air, air, air. The next one is oor sound. Oor, oor, oor,
Oor, tour, cure, poor, jury, mature, fear, sewer, or, or, or. അപ്പം ഇതാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, ബിക്കോസ് എല്ലാ വവൽ സൗണ്ട്സും ഡിഫ്തോങ്സ് ഒക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇഫ് യു സ്റ്റഡി വിത്ത് എക്സാമ്പിൾസ് that will definitely help you. So that is all about vowels and diphthongs. For more English related content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.